അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മായീൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 14-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു റാബിയ അഷർ, 14-ാമത്തെ പാഠം. ഇബാദുർ റഹ്മാൻ. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്കു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു. എല്ലാവരും നോക്കി. ദരിദ്രനായ ഒരു ഗ്രാമീണൻ. അദ്ദേഹം അർദ്ധനഗ്നനാണ്. ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഉറ്റി വീഴുന്നുണ്ട്. ഗ്രാമ്യവിഭവങ്ങൾ മദീനയിൽ കൊണ്ടുവന്ന് വിറ്റാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഭവങ്ങൾ ഹദിയയായി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ കാരക്കയും മറ്റും അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയും ചെയ്യും. സാഹിർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒരു ദിവസം സാഹിർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലില്ലായിരുന്നു. അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി. തന്റെ ചരക്കുകൾ പാതവക്കിൽ നിരത്തിവെച്ച് വിൽപ്പന ആരംഭിച്ചു. വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ വന്ന വിവരമറിഞ്ഞ് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പിന്നിലൂടെ ചെന്ന് കണ്ണുപൊത്തി. അയാൾ കുതറിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിവിട്ടില്ല. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമാശ കേട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞു. അതോടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് ചേർന്ന് നിന്നു. വിയർത്തൊലിക്കുന്ന ആ ശരീരം ആലിംഗനം ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു വൈമനസ്യവും കാട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി, കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു. ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സ്വഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. മനസ്സിൽ അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഖർദലിൻ മിൻ കിബർ. അതിന്റെ അർത്ഥാണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞത്. ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീർന്നത് അഹങ്കാരം കാരണമാണ്. മൂസാ നബി അലൈഹിസലാമിന്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു കാറൂൻ. അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം നിരവധി ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു. അഹങ്കരിക്കരുതെന്ന് മൂസാ നബി അലൈഹിസലാം അയാളെ ഉപദേശിച്ചു. അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് കൽപ്പിച്ചു. വിനയത്തോടെ ജീവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ഉപദേശം ചെവിക്കൊണ്ടില്ല. അയാളുടെ ധിക്കാരത്തിന് അല്ലാഹു കനത്ത ശിക്ഷ നൽകി. ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു അതിനുള്ളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അബ്ദുസബൂർ ചോദിച്ചു, ഉസ്താദെ, ഒരാൾക്ക് അഹങ്കാരമുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഉസ്താദെ, അഹങ്കാരത്തിന് ചില ലക്ഷണങ്ങളുണ്ട്. പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്യം, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജമഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യപ്പെടൽ മുതലായ അടയാളങ്ങളിലൂടെ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാം. നാം ആരെയും ചെറുതായി കാണരുത്. അല്ലാഹു തആല എത്രയോ ചെറിയവരെ മഹാന്മാരാക്കിയിട്ടുണ്ട്. വിനയമുള്ളവരെ അല്ലാഹു തആല ഉയർത്തും. അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കും. അല്ലാഹു തആലയുടെ തൃപ്തി ലഭിക്കും. അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മെ വിനയമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. മൻ തവാല ലില്ലാഹി റഫഅഹുല്ലാ. അതിന്റെ അർത്ഥം, അള്ളാഹു താലയെ കരുതി വിനയം കാണിക്കുന്നവരെ അള്ളാഹു താല ഉയർത്തും. അപ്പൊ നിങ്ങൾ ഈ ബോക്സിലൊക്കെ പറയുന്നത് നിങ്ങൾ നന്നായി പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. തവാലോൻ, വിനയം. സാഹിർ, ഒരു സഹാബി. കിബർ, അഹങ്കാരം. നഗലുൻ, ചെരിപ്പ്. അൽ ജന്ന, സ്വർഗം. ഗനമുൻ, ആട്. കൽബുൻ, ഹൃദയം. ഫക്കീറുൻ, ദരിദ്രൻ. കാറൂൻ, മൂസ അലൈഹിസലാമിന്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ പണക്കാരൻ. മൂസ അലൈഹിസലാം, ഊലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്കു വേണം? ഈ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു, ആ സന്ദർഭം. ഒരു ദിവസം സാഹിർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലില്ലായിരുന്നു. അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി തന്റെ ചരക്കുകൾ പാതവക്കിൽ നിരത്തിവെച്ച് വിൽപ്പന ആരംഭിച്ചു. വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ വന്ന കാര്യമറിഞ്ഞ് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പിന്നിലൂടെ ചെന്ന് കണ്ണുപൊത്തി. അയാൾ കുതറിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിവിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ റളിയല്ലാഹു അൻഹുവിനോട് തമാശയായി പറഞ്ഞതാണിത്. അപ്പൊ അതാണ് നിങ്ങൾ അവിടുത്തെ സന്ദർഭമായിട്ട് എഴുതേണ്ടത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബ് ഫിക്ര, പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം. ആ പ്രവർത്തനം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി, കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു. ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സ്വഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൻ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. അപ്പൊ എത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്? നക്തുബ് ഫിക്ര, അതിലെ രണ്ടാമത്തത് കാറൂൻ, അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതണം. നോക്കൂ, മൂസ നബി അലൈഹിസലാമിന്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു കാറൂൻ. അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം നിരവധി ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു. അഹങ്കരിക്കരുതെന്ന് മൂസ നബി അലൈഹിസലാം അയാളെ ഉപദേശിച്ചു. അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് കൽപ്പിച്ചു. വിനയത്തോടെ ജീവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ഉപദേശം ചെവിക്കൊണ്ടില്ല. അയാളുടെ ധിക്കാരത്തിന് അല്ലാഹു കനത്ത ശിക്ഷ നൽകി. ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു അതിനുള്ളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പാരഗ്രാഫിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നക്തുബ് ഫിക്ര, അതിലെ മൂന്നാമത്തത് അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ, അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം. നോക്കൂ, പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്യം, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജമഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യപ്പെടൽ മുതലായ അടയാളങ്ങളിലൂടെ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാം. അപ്പൊ എത്രയാണ് നിങ്ങൾ ആ പാരഗ്രാഫിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്? തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നക്തുബ് ഹംസ അസ്ഇലത്തിൻ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നമ്മൾ 5 ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ളതാണ്. നോക്കൂ, ഇബിലീസ് ശപിക്കപ്പെട്ടവനായി തീരാൻ കാരണമെന്ത്? അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ അഹങ്കാരം എന്ന് എഴുതാം. അതുപോലെ നമുക്ക് 5 ചോദ്യങ്ങൾ നമ്മളിവിടെ തയ്യാറാക്കണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മൂസ നബി അലൈഹിസലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന അഹങ്കാരിയായ സമ്പന്നൻ ആരായിരുന്നു? അതിന്റെ ഉത്തരം കാറൂൻ. രണ്ടാമത്തെ ചോദ്യം, ചെറുപ്പകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഉത്തരം
ആടിനെ മേച്ചും കച്ചവടം ചെയ്തും. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം, ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലായിരുന്നു. നാലാമത്തെ ചോദ്യം, വിനയമുള്ളവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഉത്തരം, വിനയമുള്ളവരെ അല്ലാഹു തആല ഉയർത്തും. അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കും. അല്ലാഹു തആലയുടെ തൃപ്തി ലഭിക്കും. അഞ്ചാമത്തെ ചോദ്യം, കാറൂനിന് അല്ലാഹു നൽകിയ ശിക്ഷ എന്തായിരുന്നു? ഉത്തരം, ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു അതിനുള്ളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങളിൽ അഹങ്കാരത്തിന്റെ ലക്ഷണമുണ്ടോ? പരിശോധിച്ച് എഴുതുക. ഈ പാഠത്തില് അഹങ്കാരത്തിന്റെ ചില ലക്ഷണങ്ങൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഈ തഹസീസ് വർക്ക് നിങ്ങൾ പൂർത്തിയാക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.